My hearty greetings to all. I am BPSC 134. Today, that is, administrative system and at state and district levels, same topic. And today we will be taking Unit 11 and 12. രണ്ട് യൂണിറ്റ് ആണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ. അതിനെ പറ്റിയിട്ടാണ് ആദ്യം Unit 11 ഡിസ്ട്രിക്ട് കളക്ടർ അദ്ദേഹത്തിന്റെ അധികാരങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് സ്റ്റേറ്റിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറെ സ്റ്റേറ്റിന്റെ പറഞ്ഞു, ഇനി ഡിസ്ട്രിക്റ്റിന്റെ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ. ഒന്ന്, അയാൾക്ക് അനവധി ഫങ്ഷൻ ഉണ്ട്. അയാൾക്ക് മനസ്സിലായില്ലേ? അതായത് 200 കൊല്ലം പഴക്കമുണ്ടായി ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന പദവി രൂപീകരിച്ചിട്ട് 200ഓളം കൊല്ലം പഴക്കമുണ്ട്. പക്ഷേ ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടർ പല സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നു. പക്ഷേ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ ആൻഡ് മെനി അതർ പാർട്സ് ഓഫ് ദ കൺട്രി, അവിടെ ഡിസ്ട്രിക്ട് കളക്ടറിന് ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാണ് പറയുക. ഒക്കെ IAS ആണ്, സിവിൽ സർവീസ് ആണ്. പക്ഷെ ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ പദവി ഇപ്പോഴും അത് മാറിയിട്ടില്ല. ഇപ്പോഴും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നു. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വേർഡ്സ് ആണ് അതൊക്കെ എല്ലാം, മനസ്സിലായില്ലേ? പക്ഷെ ചിലയിടത്ത് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. പക്ഷെ ഈക്വൽ റാങ്ക്, രണ്ടും ഒരേമാതിരിയാണ്. IAS ആണ്, UPSC സെലക്ഷൻ ആണ്. ഓക്കെ, നോ അപ്പോൾ 11 യൂണിറ്റ് 11 ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫങ്ഷൻ ഓഫ് ദ കളക്ടർ. രണ്ട് പദവിയാണ് അദ്ദേഹത്തിന്. ഒരു മജിസ്റ്റീരിയൽ പവർ ഉണ്ട്, ഓക്കെ. അതേമാതിരി ലോ ആൻഡ് ഓർഡർ ഒക്കെ ഇല്ല. പിന്നെ ഹെഡ് ഓഫ് ദ ഡിസ്ട്രിക്ട് ആണ് അദ്ദേഹം. ഓക്കെ, അത് പറയാം ഏതൊക്കെയാണ് ഫങ്ഷൻ. ഒരുപാട് ഫങ്ഷൻ ഉണ്ട് കളക്ടറുടെ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ദ കളക്ടർ. നിങ്ങൾക്കറിയാം, കളക്ടർ IAS ആണ്, സിവിൽ സർവീസ്. ഓക്കെ, IPSന് കളക്ടർ ആവാൻ പറ്റില്ല, കാരണം റവന്യൂവിന്റെ ഹെഡാണ് കംപ്ലീറ്റ്. ഓക്കെ, പിന്നെ ഫങ്ഷൻസ് ഓഫ് ദ കളക്ടർ. കളക്ടർ ആൻഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫങ്ഷൻ എന്തൊക്കെയാണ്. രണ്ടാമത്, കളക്ടറും പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ അദ്ദേഹത്തിന്റെ റോള്. അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്. പിന്നെ കളക്ടറുടെ വർക്ക് ചില വിഷമങ്ങളെ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോ കളക്ടേഴ്സ് വീക്കായിരിക്കും ചില സമയത്ത്. അത് കാരണങ്ങൾ അവരുടെ അല്ല, അവരൊരു കുറ്റക്കാരല്ല പലതിലും, പല സന്ദർഭങ്ങളിലും. അതെന്താണെന്ന് പറഞ്ഞുതരാം. കാരണം ചിലപ്പോൾ അവർക്ക് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ഉത്തരവാദിത്തമല്ല, ഇതെല്ലാം തെറ്റല്ല. അതിനുള്ള പല കാരണങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള കൺസ്ട്രെയിൻസിനെയാണ് പറയുന്നത്. പിന്നെ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, അതും പറയുന്നുണ്ട്. വേ ഫോർവേഡ്, ഫ്യൂച്ചറിൽ അവരുടെ റോൾ എന്താണ്. വളരെയധികം കൂടുതൽ ഫങ്ഷൻ കൂടി വരും, കുറഞ്ഞിട്ടല്ല, കൂടിയിട്ടാണ് വരുന്നത്. കുറേ സമാധാനം എന്താണെന്ന് വെച്ചാൽ, പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നപ്പോൾ കുറച്ചൊക്കെ അയാളുടെ ഡ്യൂട്ടി റൂറൽ ഏരിയയിലേക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റം നോക്കാൻ തുടങ്ങി. അതായത് ഗ്രാമപഞ്ചായത്തൊക്കെ, സമിതി, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അവർ കുറേ നോക്കും. പക്ഷേ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വലിയ ഹയർ ഇതിലെ കംപ്ലീറ്റ് ഇദ്ദേഹം മെമ്പറാണ്. പക്ഷെ ഇയാൾക്ക് വോട്ടിംഗ് അധികാരമില്ല കേട്ടോ. ഇയാൾ എല്ലാ കമ്മിറ്റിയിലും ഉണ്ടായിരിക്കും. ഡിസ്ട്രിക്ട് കളക്ടർ എന്ന വലിയ കമ്മിറ്റിയിൽ, ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ പഞ്ചായത്തിന്റെ എല്ലാ കമ്മിറ്റിയിലും ഇയാളുണ്ടായിരിക്കും മെമ്പർ. പക്ഷെ വോട്ട് അധികാരം ഇല്ല, കാരണം ഇയാൾ എലക്റ്റഡ് അല്ലല്ലോ. ഡിസ്ട്രിക്ട് കളക്ടർ ഒഫീഷ്യൽ കപ്പാസിറ്റി ഇല്ല ഇയാൾക്ക്. അപ്പോ ഇനി ഇൻട്രൊഡക്ഷൻ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കളക്ടർ created more than 200 years ago is one of the most significant institutions transmitted by the colonial, പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് പണ്ടത്, ടു ഇൻഡിപെൻഡന്റ് ഇന്ത്യാസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം ആയാലും ശരി, നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നു പല കാര്യങ്ങളിലും. ഓക്കെ, യാതൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ ഹി ഈസ് ദ ഹയസ്റ്റ് ഫങ്ഷണറി ഓഫ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കൺട്രി. അതായത് വളരെയധികം ഏറ്റവും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡാണ് അദ്ദേഹം. Even after independence, the collector continues to occupy the preeminent position, ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനാണ് അദ്ദേഹത്തിന്റെ, ഓഫ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ഈസ് ദ കീ ഫങ്ഷണറി. ഒരു സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കീ ഫങ്ഷണറിയാണ്. ഗവൺമെന്റ് എന്ത് പോളിസി ഉണ്ടാക്കിയാലും അത് ഡിസ്ട്രിക്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. ഫങ്ഷണറി ഓഫ് ദ, അതായത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിക്കോ വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ
വളരെ പ്രധാനപ്പെട്ട റോളാണ്. കാരണം എന്ത് ഗവൺമെന്റിന്റെ പോളിസി ഉണ്ടെങ്കിലും കളക്ടേഴ്സാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതാത് ഡിസ്ട്രിക്റ്റിൽ. കീപ്പിംഗ് ഇൻ വിത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, രണ്ടും പറഞ്ഞല്ലോ ഞാൻ. പിന്നെ ഇവിടെ പുസ്തകത്തിലില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. നോക്കൂ, ചിലയിടത്ത് ചില സ്റ്റേറ്റില് ഓഫ് കോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ചില സ്റ്റേറ്റില് നമ്മൾ ഓരോരോ ഡിസ്ട്രിക്റ്റിലും ഓരോരോ കളക്ടറാണല്ലോ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആണല്ലോ ഓരോരോ ഡിസ്ട്രിക്റ്റില്. പക്ഷേ 4 5 അല്ലെങ്കിൽ 3 4 ഡിസ്ട്രിക്റ്റിന് ഉണ്ടാവും ഡിവിഷണൽ കമ്മീഷണർ പറഞ്ഞിട്ടൊരു റാങ്ക് ഉണ്ട് ചിലയിടത്ത്. ഈവൻ ഹരിയാന, പഞ്ചാബ്, അതേമാതിരിയുള്ള സ്റ്റേറ്റിലെ ഡിവിഷണൽ കമ്മീഷണർ ഉണ്ട്. അതായത് 3 4 ഡിസ്ട്രിക്ട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആണല്ലോ, അങ്ങനെ 3 4 ഡിസ്ട്രിക്റ്റിന്റെ ഓവറോൾ ഇൻചാർജ് കളക്ടർ ഈസ് റിപ്പോർട്ടിംഗ് ടു ദാറ്റ് മാൻ. ഹി വിൽ ബി ദ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ. സീനിയർ മോസ്റ്റ് IAS ഓഫീസർ അല്ല, അത് ചീഫ് സെക്രട്ടറിയാണ്. പക്ഷേ ആസ് കമ്പയർഡ് ടു കളക്ടർ, അയാളെക്കാളും എത്രയോ മുമ്പേ അയാൾ സിവിൽ സർവീസ് വന്ന ആളായിരിക്കണം. എത്രയോ ഈ ഇതിലെ ഗവൺമെന്റില് ഗവേണിങ്ങില് കണ്ടമാന പരിജ്ഞാനം ഉള്ള ആളായിരിക്കും ഡിവിഷണൽ കമ്മീഷണർ. പക്ഷേ ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. പക്ഷെ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ടപ്പോ. ഡിവിഷണൽ കമ്മീഷണറെ പറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ ലെസണിലില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഡിസ്ട്രിക്ട് കളക്ടർ എന്ത് ചെയ്യുന്നു അതാണ് പ്രാധാന്യം ഇവിടെ. കാരണം ഓരോ ഡിസ്ട്രിക്റ്റല്ലേ പ്രാധാന്യം. നോ, ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു, ഇൻ ദിസ് യൂണിറ്റ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, ദ ഡിസ്റ്റിങ്ക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺസ്ട്രെയിൻ. പല പല ബുദ്ധിമുട്ടുകളുണ്ട് കളക്ടർക്ക്, എളുപ്പമല്ല. കാരണം എന്താ പറയുക, അൺഎക്സ്പെക്ടഡ് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കും അവർക്ക്. എലക്ഷൻ, ഡിസാസ്റ്റർ, മറ്റേത് മാനേജ്മെന്റും അദ്ദേഹമാണ് ഹെഡ്. അപ്പൊ അതായത് നേച്ചറൽ കലാമിറ്റി, അതേ അപ്പുറം ഈവൻ 24 മണിക്കൂറും അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങൾ എത്രയോ ഉണ്ട്. ചില കണ്ടിട്ടുള്ള ചില ഇതിന്റെ ഓട്ടോബയോഗ്രാഫി ചില കളക്ടറുടെ റീസെന്റ് ആയിട്ട് വായിക്കേണ്ടായി. ഈവൻ സ്വന്തം കുട്ടിയെ കാണാൻ, 1 വയസ്സ് 2 വയസ്സായ കുട്ടിയെ കാണാൻ പോലും അമ്മയ്ക്ക്, കളക്ടറായ അമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ല ചില സമയത്തെ. ആ സമയത്ത് ചില സമയത്ത് ഫ്ലഡ് ആയിരിക്കും, ലാൻഡ് സ്ലൈഡ് ആയിരിക്കും, വേറെ എന്തെങ്കിലും നേച്ചറൽ കലാമിറ്റി ആയിരിക്കും. അപ്പൊ അവിടെയും പിടി ഓടണം. അതെ, ഒരേ ഡിസ്ട്രിക്ട് പലയിടത്തും ലാൻഡ് സ്ലൈഡും ഫ്ലഡ് ഉണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കണം, എല്ലായിടത്തും എത്തണം. മനസ്സിലായില്ലേ? അപ്പോൾ കളക്ടറാണല്ലോ ഏറ്റവും എല്ലായിടത്തും എത്തേണ്ട ആദ്യം. അപ്പൊ സ്വന്തം കുട്ടിയെ കാണാൻ പോലും കാണിക്കാത്ത. എന്നിട്ട് അതിലുണ്ട് ചിലയിടത്ത്, ഞാൻ എന്തുകൊണ്ട് പ്രാധാന്യം ഞാൻ പറയുന്നത്, ഈവൻ കേവലം വെറും 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സ്വന്തം കുട്ടിയെ കണ്ടിട്ട് ഓടി വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എത്രയോ നേച്ചറൽ കലാമിറ്റി ടൈമിൽ അങ്ങനെ പലയിടത്തും ഉണ്ട്, പല ഡിസ്ട്രിക്റ്റിലുണ്ട്, പല സ്റ്റേറ്റിലുണ്ട്. അൺഎക്സ്പെക്ടഡ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. അതേമാതിരി ഇലക്ഷന്റെ എത്ര പ്രാധാന്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിലും കളക്ടർക്കാണ് റോള്. ഏറ്റവും ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹമാണ്. ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ കൊടുക്കാനും അദ്ദേഹമാണ്. നമ്മുടെ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് പോലും റിപ്പോർട്ട് ചെയ്യുന്ന കളക്ടർക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രാധാന്യം. പിന്നെ ഗവൺമെന്റ് സർവീസില് നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ ഓഫ് ആന്റിസിഡൻസ് ഉണ്ട്. നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിലോ സെൻട്രൽ ഗവൺമെന്റിലോ പിന്നെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ പാസ്റ്റ് ഇതൊക്കെ വെരിഫൈ ചെയ്യും. നിങ്ങളെ പെർമനന്റ് ആക്കുന്നതിന് മുമ്പേ വെരിഫിക്കേഷൻ ഓഫ് ആന്റിസിഡൻ അറ്റസ്റ്റേഷൻ ഫോം ഉണ്ട് ചിലത്. അപ്പൊ അത് നിങ്ങൾ എവിടെയാണോ ആ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്വയംസോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഫോറം, ഒരാൾ പുതിയ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ കളക്ടറുടെ പ്രാധാന്യമാണ് പറയുന്നത്. അയാൾ എന്താ ചെയ്യുക, ആ സ്ഥാപനം, സപ്പോസ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, എനിക്കറിയില്ല ഇവിടുത്തെ എന്താ സിസ്റ്റം എനിക്കറിയില്ല. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പോട്ടെ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് വേറൊരു വിധത്തിലുള്ളതാണ്, പ്യുവർ അഡ്മിനിസ്ട്രേഷന്റെ വേറൊരു ഇതിൽ ഞാൻ പറയാം. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ഈ ആളെ സെലക്ട് ചെയ്ത ആളെവിടെയാണ്, ഏത് ഡിസ്ട്രിക്റ്റാണ്, അവിടെ ആ കളക്ടർ കഴിയും. മനസ്സിലായില്ലേ? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സോ ആൻഡ് സോ, ഓക്കെ, ചെന്നൈ ഓർ മധുരൈ ഓർ ഹൈദരാബാദ്, ഓക്കെ, അങ്ങനെ ആയിരിക്കും. എന്തിന് അവര് ഡിസ്ട്രിക്ട് കളക്ടർ വിൽ ഫോർവേഡ് ടു SP, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആ ഫോറം നേരെ DSPക്ക് മറിയും. ആ DSP നേരെ സർക്കിൾ ഇൻസ്പെക്ടർ അയക്കും. സർക്കിൾ ഇൻസ്പെക്ടർ നേരെ ആ ഫോറം സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറോ അയക്കും. അതായത് ലൊക്കാലിറ്റിയിലത്തെ ആ അയാള് പോയിട്ട് അന്വേഷിക്കും. എന്താ അന്വേഷിക്കുക? ഈ
ആരൊക്കെയാണ് ജോലി കൊടുക്കാൻ പോണ ആള് പണ്ട് എന്തെങ്കിലും ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടോ, പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് അയാളെ ഏതെങ്കിലും എന്താ പറയുക വിധത്തിൽ കേസ് എന്തെങ്കിലും പെൻഡിങ് അതൊന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ. 2, പൊളിറ്റിക്കൽ പാർട്ടീസ് ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ ഞാനിത് പറയുന്നില്ല ഇവിടെ, കാരണം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. പണ്ട് പ്രൊഹിബിറ്റഡ് ആയിരുന്നു ചില പാർട്ടി. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സർവീസിലുള്ള സമയത്ത് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ, certain parties were banned. അതിൽ ഫോം ചെയ്ത ആളെ ഈവൻ പട്ടാളത്തിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഈവൻ മൈ ഓൺ കസിൻ ബ്രദർ ഹിസ് സർവീസ് വാസ് ടെർമിനേറ്റഡ്. അതാണ് പറയുന്നത് ഗവൺമെന്റിന്റെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു പോളിംഗ് ബൂത്തിൽ അയാളെ എപ്പോഴോ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു പോളിംഗ് ബൂത്തിൽ ഇരുന്നാണ് പറയുക. അതെന്തോ ആരോ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ മിലിറ്ററിയിലെ ജബൽപൂരിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കമ്മീഷൻ ചെയ്യുന്ന ടൈമില് ഈ റിപ്പോർട്ട് അവിടെ പോയി അയാളെ ടെർമിനേറ്റ് ചെയ്തു മിലിറ്ററി. അപ്പൊ ചിലതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാവരുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. വളരെ ഗവൺമെന്റ് സർവീസിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഇതൊക്കെ. കാരണം അത്ര എളുപ്പത്തിൽ പെർമനന്റ് ആവില്ല, മനസ്സിലായില്ലേ? കാരണം എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സബ് ഇൻസ്പെക്ടർ പണ്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്ന അറിയോ, ഈ വില്ലേജ് ഒക്കെ വളരെ ദൂരെ ആയതുകൊണ്ട് പിന്നെ ചിലപ്പോ ഈ സബ് ഇൻസ്പെക്ടർ വീട്ടിൽ പോയില്ല. ചിലപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ അന്വേഷിക്കാം, ഇന്ന സ്ഥലത്ത് ഇന്ന വില്ലേജിൽ ഇന്ന ആളെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവര് വന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിനെന്തോ ഇപ്പൊ ചില സ്റ്റേറ്റിൽ ഫീസ് ഉണ്ട്, 100 rupees എന്തുകൊണ്ടോ സംതിങ് എന്ന്. ചില സ്റ്റേറ്റിലുണ്ട്, ചില സ്റ്റേറ്റിൽ ഇല്ല. ഇപ്പൊ എന്താണ് ലേറ്റസ്റ്റ് എനിക്കറിയില്ല. അത് ഫീസ് റെമിറ്റ് ചെയ്യണം ആദ്യം, എന്നാലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ലോട്ട് ഓഫ് പ്രോസസ് ഇല്ലേ. ഈ പോലീസ് മോട്ടോർ സൈക്കിളിലൊക്കെ വന്നിട്ട് അന്വേഷിക്കണ്ടേ, എത്രയും ദൂരം വന്നിട്ട് അന്വേഷിക്കണ്ടേ. പക്ഷെ അത് ചിലയിടത്ത് ഫ്രീ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ എനിക്കറിയില്ല സാഹചര്യം, പണ്ടത്തെ ഞാൻ കാര്യമാണ് പറയുന്നത്. ഹാൻഡ്ലിംഗ് റിക്രൂട്ട്മെന്റ് ഇൻ സെൻട്രൽ ഗവൺമെന്റ്. സോ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യോ, ഈ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം അയാള് ഒന്നുമില്ല ഇദ്ദേഹത്തിന്റെ പേരിൽ, സപ്പോസ് ഈ ആൺകുട്ടിയുടെ പേരിലോ പെൺകുട്ടിയുടെ പേരിലോ ആരാണ് ജോലി കൊടുക്കാൻ പോണ ഗവൺമെന്റ്, അതില് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ട്, നത്തിങ് അഡ്വേഴ്സ്. അതായത് ഇവരുടെ പേരിൽ ഒരു കേസും ഈ പോലീസ് സ്റ്റേഷനിലോ എവിടെയും നിലവിലില്ല എന്ന് പറഞ്ഞിട്ട് അടയ്ക്കും. എന്നിട്ട് ഓർക്കണം, ഇതേ പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യണം. അയാള് DSPക്ക് അയക്കും, DSP SP-ക്ക് അയക്കും, SP കളക്ടർക്ക് അയക്കും. അങ്ങനെയാണ് നമ്മുടെ സർവീസില് പോണ പോക്ക്. അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളിലൊക്കെ. കാരണം ഫണ്ട്സിന്റെ പ്രഷറുണ്ട്, ജനറൽ പബ്ലിക് ആയിട്ടുള്ള ഇതുണ്ട്, അങ്ങനെ പെർഫോമൻസും ഫങ്ഷൻസും ഒക്കെ ചില പ്രശ്നമുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, ഫ്രീക്വന്റ് ട്രാൻസ്ഫർ ഉണ്ട് ഇവരുടെ. അപ്പൊ അവർക്കൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നോ ഫങ്ഷൻസ് ഓഫ് ദ കലക്ടർ. അദ്ദേഹമാണ് ഒരു ഡിസ്ട്രിക്റ്റിലെ എല്ലാ റവന്യൂ കളക്ട് ചെയ്യേണ്ട ആള്. തഹസിൽദാരും വില്ലേജ് ഓഫീസർമാരും ഒക്കെ ഇദ്ദേഹത്തിന് RDO ഇതൊക്കെ ഇയാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. ടാക്സ് കളക്ഷൻ, മണി ഡ്യൂ ടു ദ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇതിന്റെ ഉത്തരവാദിത്തം കലക്ടർക്കാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഫൈനാൻഷ്യൽ ഇയർ എല്ലാ ഗവൺമെന്റിന് ഡ്യൂ ആയ എന്ത് ടാക്സ് ആയി, മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസിന്റെ ടാക്സ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ടാക്സ് ആയിക്കോട്ടെ, വെൽത്ത് ടാക്സ് ആയിക്കോട്ടെ, ഗിഫ്റ്റ് ടാക്സ് ആയിക്കോട്ടെ, എന്ത് ടാക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കലക്ടർക്കാണ്. എന്ന് വെച്ചാൽ കലക്ടർ പെട്ട് ഇതെല്ലാം ചെയ്യുന്നില്ല അതിനർത്ഥം. അയാളുടെ കീഴിലെ എത്രയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതാണ് പറഞ്ഞത്, ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്, അതായത് ജോയിന്റ് കളക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് കളക്ടർ ഉണ്ട്, RDO ഉണ്ട്, തഹസിൽദാരുണ്ട്. ഒരേ ഡിസ്ട്രിക്റ്റിൽ അനവധി തഹസിൽദാരുണ്ട് ഒരേ ഡിസ്ട്രിക്റ്റില്. അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ് ഈ റവന്യൂ കളക്ഷൻ. അപ്പോ പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം വേറൊന്ന് എന്താ വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതായത് ഒരു ഡിസ്ട്രിക്റ്റില് എന്തെങ്കിലും നേച്ചുറൽ കലാമിറ്റിയോ അതേമാതിരി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും സംഭവിക്കുകയോ, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ആവുക, ഒരു ഗ്യാസ് ഇതിന്റെ കംപ്ലീറ്റ് ഒരു ട്രക്കിന്ന് കംപ്ലീറ്റ് ആ ഓയിൽ ലീക്ക് ആവുക, തീ പിടിക്കുക, അതേമാതിരി പാലം ഒലിച്ചു പോവുക, ഇതേമാതിരി പല ഇതുണ്ടല്ലോ. ആ സമയത്തെല്ലാം ജനങ്ങളെ സേവിക്കേണ്ട കടമ അതിന്റെ ഒരു കമ്മിറ്റിയുടെ ഡിസാസ്റ്റർ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് ഈ ഡിസാസ്റ്റർ കമ്മിറ്റി. ഇപ്പൊ നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡില് എന്താണ് ചില മഴ വരുത്തി കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ, ആസാമില് അതേമാതിരി. അപ്പൊ അവിടെയൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, സെൻട്രൽ ഗവൺമെന്റിലും ഉണ്ട് ഡിസാസ്റ്റർ. പ്രൈം മിനിസ്റ്റർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഉണ്ട്, മനസ്സിലായില്ലേ? അതിന്നാണ് ഓരോ സ്റ്റേറ്റിനും വിതരണം ചെയ്യുന്നത്. ഓരോരോ നാച്ചുറൽ കലാമിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ, ഭൂകമ്പം, എർത്ത് കേക്ക്,
എന്താ ചെയ്യുക ഒരു സ്റ്റേറ്റിന്റെ കയ്യിൽ എവിടെ എത്ര പൈസ? അപ്പോ സെൻട്രൽ ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ഡിസാസ്റ്റർ ഇതിന്റെ ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും ഓരോ സ്റ്റേറ്റിലേക്ക്. ആ സ്റ്റേറ്റ് അതേമാതിരി മറ്റുള്ള ആളുകൾക്ക് ഓരോ ഏരിയയിൽ എത്തണം. ഇപ്പൊ ഞാൻ പറയട്ടെ, കോവിഡ്, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് കോവിഡ് അതും ഒരു ഡിസാസ്റ്റർ അല്ലേ ശരിക്കും? എന്താന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് വന്നത്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിൽ കാശില്ല. അപ്പോ അതും പ്രൈം മിനിസ്റ്ററുടെ ഇതേ ഫണ്ടിൽ നിന്നാണ് വന്നത്. പല എല്ലാ സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറി, കാരണം ഓൾ ഇന്ത്യ കൺട്രി ഓൾ വേൾഡ് ഇറ്റ് വാസ് അഫക്റ്റഡ് അല്ലേ? അപ്പൊ ആ കൺട്രി ആകുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഇതെന്നാണ് ഫണ്ട് നിന്നാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ആൾസോ ഫംഗ്ഷൻ ആസ് എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതായത് ലോ ആൻഡ് ഓർഡർ, അതായത് നമ്മുടെ സൂപ്രണ്ട് ഓഫ് പോലീസ് പോലും അദ്ദേഹത്തിനാണ് ലോ ആൻഡ് ഓർഡർ ഇതിനു വേണ്ടിയിട്ട് ഓർഡർ സ്വീകരിക്കുന്നത് കലക്ടറിൽ നിന്നാണ്. ഇപ്പോ ഒരു ആന ഓടി ചില വയലന്റ് ആയിട്ടാണ് വിചാരിക്കുക, നിവൃത്തിയില്ല, മയക്കുമരുന്ന് കൊടുത്താലും ശരി അത് വയലന്റ് ആയിട്ട് വരികയാണ്, കടകൾ ചവിട്ടിയതാണ്, ആളുകളെ കൊല്ലുകയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുക. ഫൈനലായിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറയാനുള്ള അധികാരം ഈ കലക്ടർക്കാണ് ഉള്ളൂ. മനസ്സിലായില്ലേ? വേറെ ആർക്കും അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേ ആം ലൈസൻസ്, വെപ്പൺ, അതും കലക്ടർക്കാണ് കൊടുക്കാനുള്ള അധികാരമുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് ആർക്കെങ്കിലും പോയിട്ട് നമ്മുടെ തോക്കിന് ഇതിനൊക്കെ അതൊക്കെ കലക്ടറുടെ അനുവാദം വേണം. ഇല്ലെങ്കിൽ ലൈസൻസ് അത് പെർമനന്റ് ആയിട്ട് കൊടുക്കില്ല. ലൈസൻസ് റിന്യൂ ചെയ്ത് പോകണം. പിന്നെ ദി കലക്ടർ കണ്ടിന്യൂസ് ടു ബി ദ ഹെഡ് ഓഫ് ദ പറയേണ്ട ആവശ്യമില്ല, ഡിസ്ട്രിക്റ്റിന്റെ ഏറ്റവും ടോപ്പാണ്. 2, പിന്നെ ലുക്ക്ഡ് അപ്പോൺ പിന്നെ അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ആണ്. സപ്പോസ് 25 ഡിസ്ട്രിക്ട് ഉണ്ടെങ്കിൽ 25 ആളുകളും ഗവൺമെന്റിന്റെ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ആണ്. ഉത്തർപ്രദേശിൽ പണ്ട് 80-85 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയെന്ന് എനിക്കറിയില്ല. 80-85 ഡിസ്ട്രിക്ട് ഉണ്ടായിരുന്നു, കുറെ ഉണ്ട് 80. അപ്പൊ 80 കലക്ടർ ആ നമ്മുടെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ആണ്. ആ കാരണം ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇവരാണ്, ഒരുപടി കാര്യങ്ങളില്. പിന്നെ ഡിസ്ട്രിക്ട് കലക്ടർ ഹാൾ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ഡേ, നാഷണൽ ഫ്ലാഗ് ഉയർത്തേണ്ടതും താത്തേണ്ടതൊക്കെ അതും അവരുടെ പണിയാണ്. പക്ഷെ മന്ത്രിമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഉണ്ടായി, അത് വേറെ കാര്യം. പക്ഷെ മന്ത്രിമാരില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ കോവിഡ് ടൈമില് മന്ത്രിമാരൊന്നും വന്നിരുന്നില്ലല്ലോ. പക്ഷെ ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്യണം ഡ്യൂട്ടി. കാരണം ഇവരൊക്കെ സിവിൽ സർവൻ്റ് ആണ്, നമ്മുടെ ഏറ്റവും വലിയ ടോപ്പ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ അവര് മറ്റുള്ള മന്ത്രിമാരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നാഷണൽ ഫ്ലാഗ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ചെയ്യണം, ഹോസ്റ്റ് ചെയ്യണം, അതും ഇവരാണ്. ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക് ഡേ. ദ കളക്ടർ പ്രിസൈഡ്സ് ഓവർ എ ലാർജ് നമ്പർ അനവധി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ചീഫ് മിനിസ്റ്റർ ആയിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കും, വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരിക്കും, പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കും, PWD, ഇറിഗേഷൻ, വാട്ടർ, സിവറേജ്, ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി, ഹാൻഡ്ലൂംസ്, ഇറിഗേഷൻ, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പോരെ. ഈ കമ്മിറ്റിയുടെ ഒക്കെ ചെയർമാൻ അദ്ദേഹമാണ്. പോരെ, ഇടയ്ക്ക് വരുന്ന ഇനിയുണ്ട് കുറെ കേട്ടോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി there are excellent forums of the collector to know the way. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്ന വെച്ചാൽ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനവധി ആളുകളുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഇല്ലേ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ ഇല്ലേ, ഡിസ്ട്രിക്ട് വെറ്റിനറി ഓഫീസർ ഇല്ലേ, ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസർ ഇല്ലേ. ഇവർക്ക് റിപ്പോർട്ട് ചെയ്യണോ, പക്ഷെ അവര് ഓരോരോ ഏരിയയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഓക്കെ, നൗ collector and Panchayat Raj institution. After independence, the collector has become responsible for the implementation of the development programs in the district. അങ്ങനെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ പ്രോഗ്രാമും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹമാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലൊക്കെ ഉണ്ടല്ലോ, ഓരോരോ ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഈ കോവിഡ് ടൈമില് എത്ര ബെഡ് വേണം, അതേമാതിരി എങ്ങനെ ആളുകൾക്ക് പല ധാന്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യണം, അതൊക്കെ കളക്ടർ ഓവറോൾ സൂപ്പർവിഷനിലാണ് നമ്മുടെ ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ സഹിതം കൊടുത്തത്. ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഹി ഈസ് എക്സ്പെക്ടഡ് ടു കോർഡിനേറ്റ് ഓൾ ദി ഡെവലപ്മെന്റ് പ്രോഗ്രാം, എല്ലാ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇപ്പൊ റോഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, കൾവർട്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ,
അദ്ദേഹം മോണിറ്റർ ചെയ്യണം. അയാളുടെ ടെറിട്ടറിയിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ ഇടയ്ക്കിടയ്ക്ക് വീക്ഷിക്കണം. ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ഇതിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അദ്ദേഹം നോക്കണം. പിന്നെ കലക്ടറുടെ റോള് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനാണ്. ഈസ് മോർ വിസിബിൾ ഇൻ കേസ് ഓഫ് പഞ്ചായത്ത് രാജ്. അത് പഞ്ചായത്ത് രാജിൽ അനാവശ്യമായി ആള് ഇന്റർഫിയർ ചെയ്യില്ല. ഓവറാൾ അദ്ദേഹം അത് പ്രോപ്പറായിട്ട് ഗവൺമെന്റ് നിയമപ്രകാരം എല്ലാം ചെയ്യുന്നുണ്ടോ ഒരു ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് ചെയ്യുക. അല്ലാണ്ട് പഞ്ചായത്ത് രാജില് അത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, അവിടെ അൺനെസസറി ഇന്റർഫിയർ ചെയ്യില്ല. മനസ്സിലായില്ലേ? പിന്നെ പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കലക്ടറാണ്. സത്യപ്രതിജ്ഞ കൊടുക്കുന്നത് മേയർക്ക് സത്യപ്രതിജ്ഞ കൊടുക്കുന്നത് കലക്ടറാണ്. മനസ്സിലായില്ലേ? ഒരു സിറ്റിയില് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനോ ചെയർപേഴ്സണോ ആരെ കാണിച്ചാലും അത് നമ്മുടെ സത്യപ്രതിജ്ഞ കൊടുക്കുന്ന ആരാ? കലക്ടറിനെ പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? ഓവറാൾ അദ്ദേഹല്ലേ. പക്ഷെ അൺനെസറി ഇന്റർഫിയർ ചെയ്യില്ല, ഡേ ടു ഡേ ഫംഗ്ഷനിൽ ഇന്റർഫിയർ ചെയ്യില്ല. പിന്നെ 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്, അതെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇത് 73 പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ ആണ്. 74 മുനിസിപ്പൽ കോർപ്പറേഷൻ. ദി റിലേഷൻഷിപ്പ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ വിത്ത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാസ് ചേഞ്ച്ഡ് ഇമ്മൻസ്ലി. ഇതിനുശേഷം കണ്ടമാനം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറെ അയാളുടെ പ്രാരബ്ധം കമ്മിയായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കിയൊക്കെ ഈ ഇവര് ചെയ്യണല്ലോ, ഇലക്ടഡ് മെമ്പേഴ്സ് ചെയ്യണല്ലോ. ഓവറോൾ സൂപ്പർവിഷനൊക്കെ കുറച്ചൊക്കെ അയാൾക്ക് ശമനം വന്നിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് വേറെ എത്രയോ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെല്ലാം പറയുന്നത്. പിന്നെ ഈവൻ ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് there is no uniform pattern regarding the position of district collector in relation to. അതായത് ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും അവരുടേതായ ചില റൂളുണ്ട്. ഒന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ആ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആരുടെ? സ്റ്റേറ്റിന്റെ കീഴിലാണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് ഓരോന്നിനും ഓരോരോ അവര് അസംബ്ലിയിൽ പല പാസ് ചെയ്യുന്നു. ഇപ്പൊ ചെറിയ ഒരു ഉദാഹരണം പറയട്ടെ, ചെറിയ ഉദാഹരണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്ന്. സാധാരണ നമ്മുടെ കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചാൻസലർ ആരാ? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സാധാരണ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഏത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ മിക്കവാറും സംസ്ഥാനങ്ങളില് അതിന്റെ ചാൻസലർ ഗവർണറാണ്. അതേമാതിരി ഗവർണറാണ് ഇവരൊക്കെ നിയമിക്കുക, വൈസ് ചാൻസലറൊക്കെ നിയമിക്കുക ഓരോരോ യൂണിവേഴ്സിറ്റിയില്. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പൊ റീസെന്റ് തമിഴ്നാട് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഗവൺമെന്റ് വിൽ ടേക്ക് എ ഡിസിഷൻ ആൻഡ് ആഫ്റ്റർവേർഡ്സ് ഇറ്റ് വിൽ ബി ഫോർവേഡഡ് ടു ദി ഗവർണർ. മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റിനാണ് അവിടെ അധികാരം. അതായത് അവര് ഡിസിഷൻ എടുക്കുക, ആരെ അപ്പോയിന്റ് ചെയ്യില്ല, അത് അവര് റെക്കമെൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? ഗവർണർക്ക്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ചില മാറ്റങ്ങൾ ഇതിൽ വരും. വിത്തിൻ ദ സ്ട്രക്ചർ ഓഫ് ഇതില് ചില മാറ്റങ്ങൾ വരും. അത് കാരണം അവരുടെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റിലും ഒരേ വിധ സാഹചര്യം അല്ലല്ലോ. അപ്പൊ കലക്ടർ അടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. കലക്ടറെ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരുപടി ആളുകളുണ്ട്. ഡെപ്യൂട്ടി കലക്ടർമാരുണ്ട്, ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഉണ്ട്, പറഞ്ഞു, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഓഫീസർ ഉണ്ട്. ഒരേ സ്റ്റേറ്റിലെ അതായത് ഇപ്പൊ ഉദാഹരണം, ടേക്ക് ദി എക്സാമ്പിൾ ഇൻ കേരള, കണ്ണൂർ ഈസ് ഹാവിംഗ് ദ മാക്സിമം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ച്വലി ഒരു ഡിസ്ട്രിക്ട്. അപ്പൊ ഈ ഓരോ ഡിസ്ട്രിക്ട്, അപ്പൊ അതിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഓഫീസർ ഉണ്ട്. ഇതെല്ലാം ഓവറോൾ സൂപ്പർവിഷൻ അയാള് കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ എഡ്യൂക്കേഷൻ ഓഫീസർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം ഡിസ്ട്രിക്റ്റിന്റെ ഒരാളുണ്ട്, DEO. അയാളും കലക്ടർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഓരോരോ സ്കൂൾ തുറക്കേണ്ടതും മഴയത്ത് ചിലപ്പോൾ ഹോളിഡേ ഡിക്ലെയർ ചെയ്യേണ്ടതും ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഹോളിഡേ ഡിക്ലെയർ ചെയ്യാൻ DEO അല്ല, DEOന് റെക്കമെൻഡ് ചെയ്യാനേ പറ്റൂ, കലക്ടറാണ് ചെയ്യേണ്ടത് ഇതൊക്കെ, കേട്ടോ. അപ്പൊ DEO അതെല്ലാം ഒരു ഓവറോൾ സൂപ്പർവിഷൻ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും, പ്രൈമറി മറ്റേതൊക്കെ. മനസ്സിലായില്ലേ? ആൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ, തഹസിൽദാർ, അതേമാതിരി പൈസ കളക്ഷൻ, അതായത് നമ്മുടെ ലാൻഡ് രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇത് ടാക്സ്, ഇതൊക്കെ കളക്ഷൻ, അതല്ലേ ഗവൺമെന്റിന്റെ റവന്യൂ. അപ്പൊ സ്റ്റേറ്റ് നമ്മുടെ കളക്ടർ കളക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റിൽ ശമ്പളം കൊടുക്കാൻ ആവശ്യമില്ലല്ലോ. അപ്പൊ റവന്യൂ കളക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ
പിന്നെ സബ് ഡിവിഷണൽ ഓഫീസേഴ്സ് ഉണ്ട്, തഹസിൽദാരുണ്ട്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാരുണ്ട്. പഞ്ചായത്ത് സമിതിയിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണത്. അപ്പോ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് BDO, അതായത് പഞ്ചായത്തിലെ ഓരോരോ ഇതിന്റെ പഞ്ചായത്ത് സമിതിയിൽ എന്തെല്ലാം വേണം, ഡെവലപ്മെന്റ് പ്രോഗ്രാം വേണം, വാട്ടർ സപ്ലൈ, അത് ഇത് റോഡ് പൈപ്പ് ഇടണോ, അത് അങ്ങനെയൊക്കെ ഇലക്ട്രിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, അവര് റിക്വസ്റ്റ് ചെയ്യും. തഹസിൽദാരുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് അറിയാലോ. പിന്നെ വില്ലേജ് ഓഫീസർ ഉണ്ട്, വില്ലേജ് അസിസ്റ്റന്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട് ഇതിന്റെ കീഴില്. പിന്നെ സപ്ലൈ ഓഫീസർ ഉണ്ട്, ഓക്കെ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, ഓക്കെ. നോ, അടുത്ത് കലക്ടേഴ്സ് വർക്ക്. ഇനി പറയാനുള്ളത് കലക്ടറുടെ വർക്കും അദ്ദേഹം ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളും. ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണറി ഇൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു പടി ജോലി അവർക്ക് വരുന്നു, അവർക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മീറ്റിംഗ്, പിന്നെ ഇതിനൊക്കെ പുറമെ ഏതെങ്കിലും അത് വരുന്നുണ്ട്. അതായത് അപ്പം ഞാൻ പറയാം, പിന്നെ ഇൻക്രീസിംഗ്ലി ചിലപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ മീറ്റിംഗ് തന്നെ 1 മണിക്കൂർ, മുക്കാൽ മണിക്കൂർ അത് തന്നെ വരും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉരുപ്പട്ടി ഒരു ഡിസ്ട്രിക്ട് പറഞ്ഞാൽ അത്ര വലിയ അതിലെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഇൻ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ പിന്നെ അപ്പോൾ ഫങ്ഷൻ കൂടി വരികയാണ്, ഫയൽ കൂടി വരികയാണ് അയാളുടെ ടേബിളിന് മുകളിൽ. പ്രോബ്ലംസ് ലൈക്ക് ഫ്രീക്വന്റ് ട്രാൻസ്ഫർ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ ട്രാൻസ്ഫേഴ്സ്. ഇത് നമ്മളെ നശിപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയോ, റൂളിംഗ് പാർട്ടിക്ക് ഏത് സ്റ്റേറ്റിലും ഇഷ്ടമില്ലാത്ത ആളുകളെ അവിടെ വെക്കില്ല, ചിലപ്പോൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നല്ല എഫിഷ്യൻ്റായ ആളെ വല്ല കാട്ടിലേക്ക് എന്താ പറയണ്ട ട്രൈബൽ ഏരിയയിലല്ലോ അതേമാതിരിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന പറയുകയായിരിക്കും ചില സമയത്ത്. അങ്ങനെയൊക്കെ ഉണ്ട് ചില പൊളിറ്റിക്കൽ ട്രാൻസ്ഫർ. അറിയാലോ, കർണാടകയിലെ പേര് പറയുന്നില്ല, ഒരു IPS ഓഫീസർ, ഒരു സ്ത്രീ, ഐ തിങ്ക് ദീപ, 45 പ്രാവശ്യത്തെ 20 കൊല്ലത്തിനുള്ളിൽ 46ാമത്തെ ട്രാൻസ്ഫറാണ് 20 വർഷത്തിനുള്ളിൽ. ആൻഡ് ഒരു സമയത്ത് അഡീഷണൽ ഹോം സെക്രട്ടറി ആയിരുന്നു കർണാടകയുടെ ഈ 1.5 കൊല്ലം മുമ്പേ. ഈ കോവിഡ് ടൈമിൽ ഹോം സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഏതോ പ്രാധാന്യം ഇല്ലാത്ത വല്ല പ്രിന്റിങ് ചെയ്യാൻ സ്റ്റേഷനറി കൊണ്ടിട്ട് ആ സ്ത്രീയെ, because she was very, very honest. ടോളറേറ്റ് ചെയ്യില്ല. കാരണം ഇതിൽ പറയാൻ പറ്റില്ല എന്താണ് കാരണം വെച്ചാൽ അത് ഒരു പബ്ലിക് ഇതായതുകൊണ്ട്. ഈവൻ ഡോക്ടർ ജയലളിത, ലേറ്റ് ജയലളിത, when she was arrested by കർണാടക ഗവൺമെന്റ്, എന്നുവെച്ചാൽ കോർട്ടിന്റെ പ്രകാരം, കോടതിയുടെ പണ്ട് she wanted a special even Shashikala also, they wanted food or something like that. ശശികലയുടെ പറയുക, ഡോക്ടർ ജയലളിതയുടെ പറയുന്നില്ല, കാരണം മരിച്ചുപോയ ഒരാളുടെ കാര്യമാണ്. അപ്പോൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്തൊക്കെ ഒരു കേസിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാം. അപ്പോൾ ശശികലയുടെ കാര്യം പറയട്ടെ. ഷീ വാസ് ജയിൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ആര്, ഈ ദീപ. അപ്പോൾ one day during inspection she found that ഈ മേഡത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് given by the police and കിടക്ക, ഫാന്, എന്തോ സംതിങ്, വിസിറ്റിംഗ് റൂം, ബുക്ക്, അത് ഇത്, ഡൈനിങ് ടേബിള്, എന്തൊക്കെയുണ്ട് ഒക്കെ, ഇതൊന്നും ജയിൽ മാനുവലിൽ ഇല്ല. അതെല്ലാം കൊടുത്തിരുന്നു ആർക്ക്? ശശികലയ്ക്ക്. അപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുതേ, ഇത് എല്ലാം പബ്ലിഷ്ഡ് ആണത്, കംപ്ലീറ്റ് പബ്ലിഷ്ഡ് ആയതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഇത് പേര് പറഞ്ഞുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അവസാനത്തെ ഷീ ഫോണ്ട് ഇമ്മീഡിയറ്റ്ലി, ഷീ ട്രാൻസ്ഫേർഡ്, സ്റ്റോപ്ഡ് എവറിത്തിങ് ആൻഡ് വാട്ട് എവർ ജയിൽ മാനുവൽ സേസ് അത് മാത്രമേ അറിയിക്കുന്നുള്ളൂ. ഭക്ഷണം അതേമാതിരി ജയിൽ കിട്ടുന്നത്, അല്ലാണ്ട് സ്പെഷ്യൽ ഒന്നും തരില്ല, ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഹെൽത്ത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നവർ ചിലപ്പോൾ ചിലർ ഗോതമ്പ് കഴിക്കില്ല, ചിലപ്പോൾ അരി കഴിക്കില്ല, അങ്ങനെ ചിലരുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് ഗോതമ്പിൻ്റെ കൊടുക്കും, ആ ഗോതമ്പ് വേണ്ട അരിയുടെ കൊടുക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? ഗോതമ്പ് വേണ്ട. കണ്ടു ഞാൻ റീസെന്റ് ആയിട്ട് നമ്മുടെ നവജോത് സിംഗ് സിദ്ധു, അദ്ദേഹത്തിന് ഗോതമ്പ് കഴിക്കാൻ അലർജിയാണ്. അയാൾ പഞ്ചാബിലത്തെയാണ്,
പക്ഷെ ഗോതമ്പ് അദ്ദേഹത്തിന് എന്തോ അറിയില്ല, എന്തായാലും എന്തോ അസുഖം എന്തോ ഉണ്ട്. ഡോക്ടർ എന്നിട്ട് വേറെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു, വേറെ വിധത്തിൽ സലാഡും മറ്റേ വെജിറ്റബിളും കൊടുക്കാനോ ഫ്രൂട്ട് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ എന്തോ അസുഖം അദ്ദേഹത്തിനുണ്ട്, എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതേ പ്രകാരം അപ്പൊ ജയിൽ മാനുവൽ എന്ത് പറഞ്ഞു അതേ കൊടുക്കാൻ പറ്റൂ. അതേമാതിരി വലിയ കിടക്ക നല്ല തലേണിയും തിന്നും അവിടെ എന്താ ഉള്ളത് അത് മറ്റുള്ള ഒരു കാരണം ഒരേ റൂമിൽ അനവധി ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഈ നമ്മുടെ നവജോത് സിംഗ് സിദ്ധു കിടക്കുന്ന റൂമിൽ 4 വേറെ ആളുണ്ട്, അവരൊക്കെ ഈ പല മർഡർ കേസിലൊക്കെ പെട്ടവരാണ് അതേ റൂമില്. അപ്പൊ അവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ പറ്റും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഈ സ്ത്രീയെ ഉടനടി മാറ്റി ഇതൊക്കെ. അപ്പൊ എന്തുണ്ട്, അത് മറ്റുള്ളവർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പലതും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, പലതും അങ്ങനെ ഈ ഷീ വാസ് ഫ്രീക്വന്റ്ലി ഗോട്ട് ട്രാൻസ്ഫർ, ബട്ട് ഷീ വാസ് വെരി സ്ട്രിക്ട് വെർ ഷീ വെന്റ്. എവിടെ പോയാലും ശരി അങ്ങനെ 46 അതുകൊണ്ടിപ്പോ 20 കൊല്ലത്തിന്റെ സർവീസിലായി കഴിഞ്ഞു. അപ്പൊ ഇതെന്ന് എന്താ മനസ്സിലായത്, ബാക്കി പറയണ്ടല്ലോ. ഓക്കെ, ചിലപ്പോ സത്യസന്ധരായ ആളുകളെ അവിടെ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഇംഗിതത്തിന് അവര് ചില സമയത്ത് ഇരുത്തില്ല. അതാണ് വേറൊരു ബുദ്ധിമുട്ട് ഇവർക്ക് വരുന്നത്. അപ്പൊ അവർക്ക് പിന്നെ അതല്ല ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്കുക. അവർ എന്താണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഡിസ്ട്രിക്റ്റിലെ എന്ത് ഡെവലപ്മെന്റ് ഇതാണ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഡ്യൂറേഷൻ അവർക്ക് തന്നെ അറിയില്ല. അറ്റ്ലീസ്റ്റ് നിയമം എന്താ പറയുക, ഒരു 3 കൊല്ലെങ്കിലും ഒരു കലക്ടറെ ഒരു ഡിസ്ട്രിക്റ്റിൽ വേണമെന്നാണ് പറയുന്നത്. എന്നാലേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിങ്ങൾ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക? പിന്നെ ദ വിസിറ്റിംഗ് ഡിഗ്നിറ്ററി ലൈഫ്, പിന്നെ ഏറ്റവും പ്രശ്നം വരുന്നത് മന്ത്രിമാരുടെ ഇടപെടൽ. എന്താ കാരണം അറിയോ, ഏത് മന്ത്രി ഡിസ്ട്രിക്റ്റിൽ വന്നാലും ഈ ചങ്ങാതിയാണ് പ്രോട്ടോകോൾ. നമ്മുടെ ഡിസ്ട്രിക്ട് കലക്ടറെ ഫ്രീക്വന്റ്ലി ഇന്ററപ്റ്റ് കലക്ടേഴ്സ് വർക്ക്. കാരണം അയാളെ റിസീവ് ചെയ്യണം. പ്രോട്ടോകോൾ പ്രകാരം ഏത് മന്ത്രി വന്നു അദ്ദേഹത്തിനെ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ അയാളെ എന്താ പറയണ്ടേ, അയാളെ ചിലപ്പോൾ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യും. നോക്കൂ, ഒരു ദിവസം ഇറിഗേഷൻ മിനിസ്റ്റർ വരും, അത് അറ്റൻഡ് ചെയ്യണം. ഒരു ദിവസം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വരും, അവിടുത്തെ ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ് ഡിസ്ട്രിക്റ്റിന്റെ, അപ്പൊ അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു മന്ത്രി വരും, ലോ ആൻഡ് ഓർഡറോ ഹോമോ എന്തെങ്കിലും, അപ്പൊ അത് അറ്റൻഡ് ചെയ്യണം. പാവം കടന്നിട്ട് ഓരോരോ ദിവസം ഓരോരോ മന്ത്രി വന്നിട്ട് വിസിറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ കിടന്ന് ചക്രശ്വാസം മുട്ടും, അങ്ങനെയാണ് ഇത്. പിന്നെ പ്രോട്ടോകോൾ ഇതാണ്ട, പ്രോട്ടോകോൾ ദ കലക്ടർ മസ്റ്റ് റിസീവ്. ഈ ഏത് രാഷ്ട്രീയ പ്രവർത്തകരെ അവര് കലക്ടർ റിസീവ് ചെയ്യുമാണ്, ഇല്ലെങ്കിൽ എന്തിന്റെ കണ്ടിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ റീസെന്റ് ഒരു മന്ത്രി ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്ത സമയത്ത് കലക്ടർക്ക് എത്താൻ പറ്റിയില്ല. കലക്ടർ വേറെ ഏതുള്ള വേണ്ടത്, കോൾ ദറ്റ് കലക്ടർ ഹിയർ, ഐ വാണ്ട് ഹിം ഹിയർ. പാവ എവിടെ കിടന്ന് അയാള് അധ്വാനിക്കുകയാണ്, എന്തോ അർജന്റായിട്ട് അയാള് നമ്മുടെ ഒഫീഷ്യൽ. ആ സമയത്ത് മന്ത്രി ഞാൻ ഇവിടെ വരുമ്പോ അയാൾ വേണം, അയാളെ കോളയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫേസ് ചെയ്യുന്ന കലക്ടർക്ക് ചില സമയത്ത്. പിന്നെ ദ പ്രോട്ടോകോൾ ഡ്യൂട്ടി ആണ്. പിന്നെ ചീഫ് മിനിസ്റ്റർ വരുമ്പോ, പ്രധാനമന്ത്രി വരണ സമയത്ത്, അതേമാതിരി വൈസ് പ്രസിഡന്റ് വരുന്ന സമയത്ത്, പ്രസിഡന്റ് വരുന്ന സമയത്ത് ഒക്കെ നമ്മുടെ അവര് റിസീവ് ചെയ്യാൻ എയർപോർട്ടില് വളരെ ഹൈ ഡിഗ്നിറ്ററീസ് വരണ സമയത്തൊക്കെ അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. പറഞ്ഞല്ലോ, എല്ലാ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം അത് SP ഉണ്ടെങ്കിൽ ശരി, SP ടേക്സ് ഓർഡർ ഫ്രം ദ ഡിസ്ട്രിക്ട് കളക്ടർ. പിന്നെ വേറൊരു കാര്യം എന്താ, അത് പിന്നീട് വരുന്നുണ്ട്. ക്രൈസിസ് അഡ്മിനിസ്ട്രേഷൻ ഈസ് അനദർ ഇമ്പോർട്ടന്റ് നെസസറി ഫംഗ്ഷൻ ഓഫ് ദ. ചിലപ്പോ എപ്പിഡമിക്, ചിലപ്പോ എർത്തുക്വേക്ക്, ഒരു ഡിസ്ട്രിക്ട് ചില സമയത്ത് ഫ്ലഡ്, അങ്ങനെയുള്ള ഓരോരോ ലാൻഡ് സ്ലൈഡ്, അങ്ങനെ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും വരും. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള എന്താ പറയേണ്ടത് സമയമായിരിക്കും. അറിയില്ലേ, നമുക്ക് ഏതാനും 2-3 വർഷം മുമ്പൊക്കെ ഇവിടെ ഇൻ കേരള ഈ റോഡിൽ കൂടെ വാഹനം ഓടുന്നതിന് വേറെ റോഡിൽ കൂടെ ബോട്ടിലാണ് ആളുകൾ സഞ്ചരിച്ചേർന്നത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ റോഡ് മുഴുവൻ വെള്ളമാണ്, ഒരാൾക്ക് ഉയരത്തിൽ വെള്ളം വന്നിരുന്നത്, മനസ്സിലായി? അതിന് ബോട്ടിലാണ് ആളുകൾ പോയിരുന്നത്. ഏതാ റോഡിന്റെ മീതെ, നമ്മുടെ നാഷണൽ ഹൈവേയുടെ മീതെ, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പൊ കലക്ടർ കിടന്നിട്ട് യഥാർത്ഥത്തിൽ കിടന്നിട്ട് വളരെയധികം കോർഡിനേറ്റ് ചെയ്യണം അദ്ദേഹത്തിന്. ഓക്കെ, നോ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ വേ ഫോർവേഡ്. അടുത്തത് എന്താണ് പറയുന്നത് വെച്ചാൽ, പെർഫോമൻസ് ഓഫ് എ കളക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഓൺ ഇൻക്ലിനേഷൻ. പക്ഷേ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, പക്ഷേ ചില കളക്ടർമാരെ വളരെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ചിലർ ചെയ്യുന്നത്. എന്ന ഓർമ്മപ്പെടുത്തുക, ജനങ്ങളിൽ കണ്ണിലുണ്ണിയായിട്ട് ചില കളക്ടർമാരുണ്ട്. അതുകൂടി മറക്കരുതേ.
എല്ലാവരും, കാരണം ചിലത് അവര് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഓരോരോ രാഷ്ട്രീയ മറ്റേ ഇതൊക്കെ. പക്ഷെ ചില കളക്ടറെ ഒരു കൊല്ലം അവിടെ ഉള്ളൂ വെച്ചാൽ ആ ഒരു കൊല്ലം അവരുടെ അവിടുത്തെ പ്രസൻസ് അവർ കാണിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് പറയാണ്ട്. നോക്കൂ, കലക്ടറുടെ ചെയറില്, അതായത് നമ്മുടെ ചെയറില് ഒരാൾ ഇരുന്നു വെച്ചാൽ, അതായത് ഇപ്പൊ ഇത് കലക്ടറുടെ ചെയറാണ് അപ്പൊ ഞാൻ ഇരിക്കുന്നത് വിചാരിക്കുക. ഈ ചെയറിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട്, കലക്ടറുടെ ചെയറിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. രണ്ട് വിധാണ്. ഈ ചെയറില് ഞാന് കലക്ടർ എന്ന പദവിയുടെ ചെയറിൽ ഇരിക്കൊണ്ട് എന്നെ ആദരിക്കുന്നു, ഇതൊന്ന്. രണ്ടാമത്തെ, ഞാൻ ഇരിക്കുന്നു അതുകൊണ്ട് ഈ ചെയറിനെ ബഹുമാനിക്കുന്നു. മനസ്സിലായോ? ഇതാണ് രണ്ട്. ഞാന് എന്നുള്ള ഒരാൾ ഈ ചെയറിൽ ഇരിക്കൊണ്ട് ഈ ചെയറിന് ആളുകൾ ബഹുമാനിക്കുന്നു. അങ്ങനെ പല ഇൻസിഡന്റും ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ. പണ്ടത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ MC ചാഗ്ല പണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിലുണ്ടത്. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. കാരണം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പറയുന്നില്ല. അതായത് ആരാണ് നമ്മുടെ, ടേക്ക് ദ എക്സാമ്പിൾ പ്രസിഡന്റ്, ഈ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പറ്റിയിട്ട് ഒന്നുമില്ല, വളരെ എല്ലാവരോടും ആദരവോടു കൂടി പറയാണ്. അബ്ദുൽ കലാം ഉണ്ടായിരുന്നല്ലോ പ്രസിഡന്റ്. ഈ സിംപ്ലിസിറ്റി, ഹൈ തിങ്കിങ്, അതായത് സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. അപ്പൊ അത് ചിലര് ഇരിക്കുന്ന ആളുടെ ചിലതുണ്ട്, മറ്റുള്ളവർ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ, അതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് ഓഫ് കലക്ടർ. അപ്പൊ ഇവിടെയുണ്ട് എത്രയോ കലക്ടർമാര് വളരെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ചെയ്ത കലക്ടേഴ്സ് ഉണ്ട്. അതായത് ജനങ്ങളുടെ സേവനം, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എല്ലായിടത്തും അവർ എത്തി. എന്താണ് ഇതെന്ന് വെച്ചാൽ അവരോടൊപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കലക്ടർ, ഒരു ജവാൻ മരിച്ച വീട്ടിൽ ചെന്നിട്ട്, അതായത് ഓർമ്മയ്ക്കിടെ അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകനുള്ള, ആ മകനാണ് മരിച്ചത് നമ്മുടെ ജമ്മു കാശ്മീരില്. ആ ശവം വന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകൻ, ആശ്രയം ആ മകൻ മാത്രം. അതും ആർമിയിലെ ജോയിൻ ചെയ്തിട്ട് വെറും 1.5 കൊല്ലം, 21, 22, 23 വയസ്സ് പിടിച്ചോളൂ, അല്ലെങ്കിൽ 24 വയസ്സ് പിടിച്ചോളൂ. പക്ഷേ ഈ അച്ഛനും അമ്മയും സംരക്ഷിക്കേണ്ട ആളാണ് അയാളുടെ ശവപ്പെട്ടിയാണ് വന്നത്. അത് പട്ടാളത്തിന്റെ ചിട്ടോടുകൂടി വളരെ ബഹുമാനപൂർവ്വം അവർ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടർ അവിടെ ചെന്നിട്ട് ആ അമ്മയോടും അച്ഛനോടും ഇരുന്ന് ഒപ്പം കരയുന്ന ചില രംഗങ്ങളൊക്കെ. അങ്ങനെയുണ്ട് കളക്ടർമാർ, ജനങ്ങളോട് ഇഴുകിച്ചേർന്ന്. അവരൊക്കെ സെൻഡ് ഓഫ് ചെയ്യുമ്പോൾ ആളുകൾ കണ്ണീരോടെ എന്താ പറയണ്ടേ, സെൻഡ് ഓഫ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം അത്ര ജനങ്ങളോട് സമ്പർക്കമുള്ള അതുമുണ്ട്. അപ്പൊ ഏർലിയർ ദ കളക്ടർ വാസ് ഇൻ ചാർജ് ഓഫ് ലാൻഡ് റവന്യൂ. പണ്ട് കളക്ടർ ലാൻഡ് റവന്യൂലായിരുന്നു, പിന്നെ മെയിൻ്റനൻസ് ലോ ആൻഡ് ഓർഡർ ആയിരുന്നു, അങ്ങനെ റെഗുലേറ്ററി ഫംഗ്ഷനിലായിരുന്നു, അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഇവരുടെ റോളിന് എല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോലീസ് അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കളക്ടർ അപ്പിയേഴ്സ് ടു ബി കിങ് പീൻ ഓഫ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതായത് കളക്ടർ എന്ന് പറഞ്ഞത് കിങ് പീൻ നമ്പർ 1 ഡൽഹി, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ അവിഭാജ്യ ഘടകമാണ് കളക്ടർ. നെക്സ്റ്റ് യൂണിറ്റ് 12 പഞ്ചായത്ത് രാജ്. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇത് ആൾറെഡി വന്നതാണ്. ബാക്കിയൊന്നും ഈ കവറപ്പ് ചെയ്യുക, കാരണം എന്താ വെച്ചാൽ ആൾറെഡി കുറേ പറഞ്ഞതാണത്. പിന്നെയും നിങ്ങളുടെ യൂണിറ്റ് ഉണ്ട്, പറയാനല്ലേ പറ്റൂ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പഞ്ചായത്ത് രാജ്, ഇൻട്രൊഡക്ഷൻ. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ, അത് പഞ്ചായത്ത് രാജിനെ പറ്റിയാണ്. ഗ്രാമപഞ്ചായത്ത് ഇന്നലെ ഇതൊക്കെ പറഞ്ഞതാണ് ഇന്നലെ. പിന്നെ പക്ഷെ നിങ്ങളുടെ യൂണിറ്റ് ഉണ്ട്, പറഞ്ഞല്ലേ പറ്റും എനിക്ക്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഫൈനാൻസ്, എവിടുന്ന് കിട്ടുന്നു കാശ്, അപ്രൈസൽ. ഇൻട്രൊഡക്ഷൻ ടു പഞ്ചായത്ത് രാജ് വാസ് ഹെയിൽഡ് ആസ് വൺ ഓഫ് ദ, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഇതാണ് പഞ്ചായത്ത് രാജ്. നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് ഇതിന്റെ സ്വപ്നമാണ് നമ്മുടെ ഇന്ത്യ ലൈസ് ഇൻ വില്ലേജസ്. വില്ലേജ് വികസിച്ചാലാണ് ഇന്ത്യ വികസിക്കൂ. ഇറ്റ് വാസ് ആൾസോ കൺസിഡേർഡ് ആസ് എ റവല്യൂഷണറി സ്റ്റെപ്പ്. നമ്മുടെ പണ്ടൊക്കെ ചെറിയൊരു കൊച്ചു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഈ പഞ്ചായത്ത് രാജ്. ഇപ്പൊ മിനിസ്ട്രി ഫുൾ പ്ലാജ്ഡ്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് നോക്കൂ, എത്ര മുനിസിപ്പാലിറ്റി, എത്ര പഞ്ചായത്ത്, എത്ര 770 ചിലയിടത്ത് ആയിരക്കണക്കിലാണ്. പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആയിരക്കണക്കില്.
അപ്പോൾ ഇതൊക്കെ നോക്കുക എങ്ങനെ പക്ഷെ ജനങ്ങളുടെ സേവനമല്ല ഇവരൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ. അവരുടെ എന്തെല്ലാം വേണം, കുട്ടികളുടെ മറ്റേത് സ്കൂള്, സാനിറ്ററി, ഇത് മറ്റ് വെൽഫെയർ മെഷേഴ്സ് ഒക്കെ പലതും ചെയ്യുന്നുണ്ട്. ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ പറഞ്ഞതാണ്. പഞ്ചായത്ത് രാജ് ഇൻവോൾവ് 3 ടയർ പറഞ്ഞു, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് രാജ്, ജില്ലാ പരിഷത്ത് പറഞ്ഞു. പിന്നെ റൂറൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ദ ഏർലി ഏജസ്, സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണലിസ്റ്റ് ഐഡിയോളജി മഹാത്മാഗാന്ധി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, എന്താ ഈ സെൽഫ് ഗവേണിംഗ് പറഞ്ഞ എന്തായാലും അർത്ഥം? നമ്മുടെ മഹാത്മാഗാന്ധിനെ പറഞ്ഞ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുക അധികാരം, അതായത് ഡെമോക്രസി. അതായത് നമ്മുടെ സെൽഫ് ഗവേണിംഗ്, അതായത് ജനങ്ങളല്ലേ നമ്മുടെ ഇപ്പൊ നോക്കൂ, ഗ്രാമസഭ, മറ്റേ ഇതൊക്കെ ഓരോന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞാൽ വെൽഫെയർ പോളിസി. അത് ഭരണഘടനാ പ്രകാരം ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട കടമ. വെൽഫെയർ, ഈക്വൽ റെമ്യൂണറേഷൻ, അതേമാതിരി വേതന, അതായത് ആണും പെണ്ണും അവരുടെ വേജസിന് ഡിഫറൻസ് ഇല്ലാതെ, ഈക്വാലിറ്റി, പിന്നെ പ്രോപ്പർട്ടി, ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പിന്നെ എല്ലാ ഓൾറൗണ്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ്മെന്റ്, ഇതൊക്കെയാണ് വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളില്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാത്തൊരു കാര്യം, ഭരണഘടന പ്രകാരം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് ഗവൺമെന്റ് പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പാലിക്കേണ്ട ചില കടമകളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഭരണഘടനാ പ്രകാരം. ഇത് ഒരു സ്റ്റേറ്റ് ഇത് പാലിച്ചില്ല എങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് കോടതിയിൽ പോകാൻ പറ്റില്ല. കർണാടക ഗവൺമെന്റോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റോ ഇത് പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന്, കാരണം അത് ഒന്നാമത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കില്ല. എന്താ കാരണം അറിയോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയർ ആണ്. ജനങ്ങളുടെ വെൽഫെയർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക? സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തായാലും ഒരു റൂൾ എന്താ അറിയോ? 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ഏതെങ്കിലും സ്റ്റേറ്റ് പറയോ കൊടുക്കണ്ടെന്ന്? മനസ്സിലായോ? ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ആരെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റ് പറയോ വേണ്ടെന്ന്? 18 വയസ്സ് വരെ കഴിഞ്ഞ വോട്ടവകാശം ഏതെങ്കിലും സ്റ്റേറ്റ് പറയോ വേണ്ടെന്ന്? 18 വയസ്സിന് മുമ്പേ ആരെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കരുത് 18 വയസ്സിന് മുമ്പേ. കാരണം ഒരു ഫാക്ടറിയിൽ എൻട്രി ചെയ്യണം 18 വയസ്സ് വേണം. ആരെങ്കിലും അല്ലല്ല ഞാൻ 12 വയസ്സിൽ അല്ലെങ്കിൽ 14 വയസ്സിൽ ഞങ്ങൾ എടുക്കുമെന്ന് പറയാൻ പറ്റുമോ? കാരണം അതിന്റെ പിന്നിൽ കഥകളുണ്ട്. കാരണം 18 വയസ്സ് വരെ അവർ പഠിക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യുന്ന വിദ്യാഭ്യാസം വേണം അവർക്ക്. അവർ ഫിസിക്കൽ സ്റ്റാമിന വേണ്ടേ? 12 വയസ്സിലും 13 വയസ്സിലും പോയിട്ട് എന്താ ജോലി ചെയ്യുന്ന പോയിട്ട്? അപ്പൊ അതുകൊണ്ട് ഒരു 18 വയസ്സ്, അത് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ പോവർട്ടി ഇറാഡിക്കേഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക്, അങ്ങനെ അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം സഫലമായിരുന്നു ദൈവത്തിന് മാത്രമേ അറിയൂ. പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്? അതായത് പല കാര്യങ്ങളുണ്ടല്ലോ, ഈ ഫുഡ്, നമ്മുടെ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ, കിറ്റ് ഫ്രീ റേഷൻ. ഇപ്പൊ പ്രൈം മിനിസ്റ്ററിനെ പല സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഗ്യാസ്, അതേമാതിരി പല പല കമ്മ്യൂണിറ്റിയുടെ ഇതിനു വേണ്ടിയിട്ട് വെൽഫെയർ ഓറിയന്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ, കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി. പിന്നെ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി പലതും പെടും കേട്ടോ. SC ST അവർക്ക് വേറെ വിധത്തിൽ ചില ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ളതുണ്ട്. പിന്നെ മൈനോറിറ്റി ഇതിന്റെ അത് അങ്ങനെയുണ്ട്. പിന്നെ ജനറലി നമ്മളെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, അതുണ്ട്. പിന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഞാൻ ആൾറെഡി പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ ചുമതല ഇത് വരുന്നുണ്ട് പിന്നീട്. അഡ്വൈസറി കമ്മിറ്റീസ്, പഞ്ചായത്ത് രാജ് അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് ഗ്രാമപഞ്ചായത്താണ്, ബ്ലോക്ക് പഞ്ചായത്ത്, ഓക്കെ, പഞ്ചായത്ത് സമിതി ആണ് പല അഡ്വൈസും മറ്റോ ഡിസ്ട്രിക്ട് ഇതിന് കൊടുക്കുന്നത്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്. ഓക്കെ, ബൽവന്ത് കമ്മിറ്റി, അശോക് മേത്ത, അങ്ങനെ ഓരോ കമ്മിറ്റി ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം പറഞ്ഞിട്ട് ഓരോ കമ്മിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് 1978 പല. പിന്നെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓർക്കണം, നമ്മുടെ പഞ്ചായത്തിൽ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്? ഏത് പാർട്ടിക്ക് വേണേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതായത് രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർക്ക് വേണമെച്ചാലും ചെയ്യാൻ. അപ്പോ എല്ലാവരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്
The constitutional status of self-government has been accorded to the panchayats under the constitution. Okay? പഞ്ചായത്ത് ഭരണഘടന പ്രകാരം സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ യൂണിഫോം സിസ്റ്റം ഓഫ് 3 tier. പറഞ്ഞില്ലേ ഇത്? 3 tier വില്ലേജ് പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, അതായത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, അതെ, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. പിന്നെ but the panchayats at the intermediate level may not be constituted in a state having a population. പിന്നെ 20 ലക്ഷം, അതായത് ഒരു ഇതിനൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇത്ര പോപ്പുലേഷൻ. അതായത് നമ്മൾ നോക്കൂ, ലോകസഭ, അതേമാതിരി അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെ ഇത്ര മിനിമം ജനങ്ങൾ വേണമെന്നുണ്ട്. പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര വേണമെന്നുണ്ട്, ഇത്ര ലക്ഷം, എന്നാലാണ് പാർലമെന്റ്. കാരണം എക്സ്പെൻഡിച്ചറില്ലേ കണ്ടമാനം, ഇത് ഇവരുടെ ഇലക്ഷനൊക്കെ, മനസ്സിലായില്ലേ? പിന്നെ all the seats in പഞ്ചായത്ത് are filled by person chosen by ഇലക്ഷനോട് കൂടിയാണല്ലോ. എല്ലാ പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയിട്ടല്ലേ. ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ പഞ്ചായത്ത് ഏരിയ, ഓരോ ഏരിയയിലും. പിന്നെ വുമൺ കോൺസ്റ്റിറ്റ്യൂട്ട് ഹാഫ് അവർ പോപ്പുലേഷൻ. നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം 138 കോടി എത്തി തോന്നുന്നുണ്ട്. അതിൽ ഹാഫ് നമ്മുടെ ലേഡീസ് ആണ്. അപ്പോ അവർക്ക് റെപ്രസെന്റേഷൻ വേണം. പല സ്റ്റേറ്റും 50% പഞ്ചായത്ത് ഇലക്ഷനില് റിസർവ്ഡ് ഫോർ വുമൺ, ഇൻ അഡീഷൻ ടു റിസർവേഷൻ ഫോർ SC, ST, OBC. അപ്പൊ അതിനു പുറമെ 50% ലേഡീസിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ലേഡീസ് ഇതിൽ പഞ്ചായത്ത് സമിതിയിലും പഞ്ചായത്ത് പ്രസിഡന്റും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലൊക്കെ വന്ന് അവരും അത് നല്ല ഭരണം കാഴ്ചവെക്കുന്നു. ദേ ആർ എംപവേർഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി, ദേ ആർ ബിക്കമിങ് മോർ എഫിഷ്യന്റ് and afterwards they can climb the ladder. അങ്ങനെ അവര് അതിൽ പയറ്റി തെളിഞ്ഞ് പിന്നെ MLA ആവണം, അങ്ങനെ പോകണം, MP വരും. അങ്ങനെ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് പൊളിറ്റീഷ്യൻസ് ആർ റിക്വയർഡ് ഫോർ ഫ്ലറിഷിംഗ് ദ ഡെമോക്രസി ഇൻ ഇന്ത്യ. അങ്ങനെ എക്സ്പീരിയൻസ് മേക്ക് മെൻ പെർഫെക്റ്റ്. പെട്ടെന്ന് നമ്മളൊരു MLA, MP ആയാൽ നമുക്കൊന്നും അറിയില്ല അവിടെ പോയിട്ട് എന്താ പ്രസന്റ് ചെയ്യണമെന്ന്. നമ്മുടെ പാർലമെന്റിൽ പോയിട്ട് ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിലോ, അസംബ്ലി പോയി എന്താ ചോദ്യം ചോദിക്കണം, അവിടെ പോയി നമ്മള് എന്താ പറയണ്ടേ, ഞാൻ ആളെ പറയുന്നില്ല, അബദ്ധത്തില് നമ്മുടെ പാർലമെന്റിൽ ഒരു MP പോയിട്ട് അബദ്ധത്തില് അയാളെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് ഭാഷ എന്തോ അറിയില്ല, ഇംഗ്ലീഷ് എന്തോ അറിയില്ല തോന്നുന്നുണ്ട്. അവിടെ പോയി ഹിന്ദി ഇംഗ്ലീഷും ആണല്ലോ നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അയാൾക്ക് അറിയില്ല. പോട്ടെ, അതിൽ തെറ്റില്ല, ഏത് ഭാഷ ആയിക്കോട്ടെ, എല്ലാ ഭാഷയും നമ്മൾ ഈക്വലായിട്ട് നമ്മൾ. പക്ഷെ അയാൾ അറിയാതെ ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. അപ്പൊ ഇയാളുടെ കൈയിട് പൊക്കിയപ്പോ ഗവർണർ സ്പീക്കർ വിചാരിച്ചു ഇയാൾ എന്തോ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അവസാനം ഇയാളോട് പറഞ്ഞു, യു വാട്ട് എവർ ക്വസ്റ്റ്യൻ യു വാണ്ട് യു ക്യാൻ റൈസ്. അവിടെ ഇയാൾ അങ്ങനെ വിയർത്തു, കാരണം സംസാരിക്കാൻ വയ്യ അയാൾക്ക്. അപ്പൊ അതിനാണ് പറയുന്നത് ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം, എക്സ്പീരിയൻസ് പേഴ്സൺ ആയിരിക്കും. എന്ത് ചോദ്യം എങ്ങനെ ചോദിക്കണം, എപ്പോൾ ചോദിക്കണം, അതേമാതിരി ആ പാർലമെന്ററി മെത്തേഡ്സ്, അസംബ്ലി പ്രൊസീജിയർ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ. ഇതിങ്ങനെ മെല്ലെ 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 വരുമ്പോഴേക്കും അവർ മിടുക്കന്മാരായിട്ട് അല്ലെങ്കിൽ മിടുക്കികളായിട്ട് നമ്മുടെ ശോഭിക്കാൻ സാധിക്കും. എങ്ങനെ എഫക്റ്റീവ് റോൾ ദാറ്റ് പ്ലേ ഫോർ ഡെവലപ്പിംഗ് ദ ഡെമോക്രസി ഐദർ ഇൻ ദ സ്റ്റേറ്റ് ഓർ ഇൻ ദ കൺട്രി. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് വേണ്ടത് എല്ലായിടത്തും. സ്ത്രീകളുടെ പ്രാതിനിധ്യം അതേമാതിരി 33% വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. പക്ഷെ നോ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ്. നമ്മുടെ ഇവൻ പണ്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ലേഡി പോലും ഉണ്ടായിരുന്നില്ല, ജഡ്ജ്. ഇപ്പൊ ഉണ്ട്. ഷോർട്ട്ലി വി ആർ ലക്കി ടു സേ, ഹാപ്പി ടു സേ ദാറ്റ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ വിൽ ഹാവ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്, വുമൺ ചീഫ് ജസ്റ്റിസ് ഫോർ എ ഷോർട്ട് പീരിയഡ്. കാരണം അപ്പോഴേക്ക് റിട്ടയർമെന്റ് ആവാം ആ മേഡത്തിന്. അപ്പോൾ ഷോർട്ട്ലി വിത്തിൻ ഫ്യൂ മന്ത്സ് ആൻഡ് ഫസ്റ്റ് ടൈം ഇൻ ദ കൺട്രി. അപ്പോൾ ലേഡി വുമണ് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ പല സ്റ്റേറ്റിലും നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ എല്ലാവർക്കും ലോട്ട് ഓഫ് പ്രിയോറിറ്റി ഗിവൺ ടു ദ വുമൺ. കാരണം ദേ ആർ ഈക്വലി നമ്മുടെ എന്താ പറയണ്ടേ ഇമ്പോർട്ടൻറ്റ്. കാരണം അവരുടെ റോളും ഒന്നും അസാധ്യമായിട്ടുള്ള കാര്യമല്ലോ. ദേ ക്യാൻ ഡു എനിത്തിങ് വാട്ട് മാൻ ഈസ് ഡൂയിങ്. ദേ ആർ മറക്കരുത്, കാനഡയിൽ നിന്ന് നമ്മുടെ 14 മണിക്കൂർ 17 മണിക്കൂർ എന്താ നോൺ സ്റ്റോപ്പ് പ്ലെയിൻ എവിടുന്ന് അറിയില്ല, കാനഡയിൽ നിന്ന് എവിടുന്ന് അറിയില്ല, ബാംഗ്ലൂർക്ക് നമ്മുടെ എല്ലാ വുമൺ പൈലറ്റ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ്.
കോക്പിറ്റിൽ കംപ്ലീറ്റ്. അതായത് നോൺ സ്റ്റോപ്പ് ആണ്. ഓർക്കണം, 17 മണിക്കൂറോ സംതിങ് എന്താണ് ടോട്ടൽ എടുത്തത്. ആ 17 മണിക്കൂർ നോൺ സ്റ്റോപ്പാണ്. അത് ഇവരാണ് ഓടിച്ചത്. അതും കൂടി അപ്പൊ അതേമാതിരി ഇപ്പൊ ഏതിലായിക്കോട്ടെ, ആർമിയിലായിക്കോട്ടെ, പിന്നെ ഏതിലായിക്കോട്ടെ, വുമൺ എംപവർമെന്റ് നൗഡേയ്സ് ദേ ആർ സോ ദേ ഹാവ് ട്രെയിൻഡ്. നമ്മുടെ ഇപ്പൊ എല്ലാ കാര്യത്തിലും അതെ, അവർ വളരെ എല്ലാ ഏരിയയിലും അവർ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് ഓൺലി ഒരു ചെറിയൊരു സെറ്റ് ബാക്ക് എവിടെയാണ് എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലോ ടു ഇൻഡസ്ട്രീസിൽ, അതേമാതിരി ചീഫ് എക്സിക്യൂട്ടീവ്, അതായത് ബോർഡ് ലെവൽ വലിയ വലിയ കമ്പനികളിലെ വുമൺ റെപ്രസെന്റേഷൻ വിചാരിച്ചത്രയില്ല. സിഇഒ ഒരു കമ്പനിയുടെ ഇല്ലെന്നല്ല പറയുന്നത്, പുരുഷന്മാരെ ഹാൻഡിൽ ചെയ്യുന്ന അത്ര ചില സമയത്ത് ചില കാര്യങ്ങൾ എന്താ അറിയില്ല, ചിലപ്പോൾ എത്തുന്നില്ല. അത് വരണം. നമ്മുടെ എത്രയോ ആളുകളുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ. അതേമാതിരി നമ്മുടെ ഇതിൽ ഇൻഡസ്ട്രി സെക്ടറിൽ ഓൾസോ അതേമാതിരി സിഇഒ അതേമാതിരി വലിയ വലിയ പദവിയിൽ പക്ഷെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി വന്നാൽ ദേ ക്യാൻ ഷോ ഇൻ കോർപ്പറേറ്റ് സെക്ടർ ഓൾസോ വണ്ടർഫുൾ തിങ് ദേ ക്യാൻ ഡു. മറക്കരുത്, കൊക്കോകോള ഇതിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരിയായ പിന്നെ മറ്റേ അറിയാലോ, മറ്റേ അതിലെ സിഇഒ ആയതും നമ്മുടെ IMFന്റെ ഗീതാ ഗോപിനാഥ്, അതേമാതിരി എത്രയോ ഉണ്ട് ആളുകൾ വളരെ 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 പ്രാധാന്യം അറിയിക്കുന്ന വേൾഡ് ബോഡീസിലൊക്കെ ഉണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്. ഓക്കെ, നോ ദി പബ്ലിക് പഞ്ചായത്ത് രാജ് സിസ്റ്റം ക്യാൻ ഗ്രോ ആൻഡ് ഡെവലപ്പ് ഇഫ് ദേ ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്ട്രോങ് പിന്നെ പഞ്ചായത്ത് രാജ് അങ്ങനെ ഉണ്ടായാൽ പോരാ, അതിന് കാശ് കൊടുക്കണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്രാൻഡോ എന്താണെന്ന് വെച്ചാൽ. അനദർ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഓഫ് ദ അമെൻമെന്റ് ആക്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ. പിന്നെ ഡിസ്ട്രിക്റ്റിൽ ഒരു പ്ലാനിങ് കമ്മിറ്റി ഉണ്ട്, അത് കലക്ടറാണ് അതിന്റെ ചെയർമാൻ. അതായത് നോക്കൂ, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എങ്ങനെയൊക്കെ ഓൾറൗണ്ട്, ഇത് പഞ്ചായത്ത് ഒരു ടെറിട്ടറി, ഡിസ്ട്രിക്റ്റിലെ ഒരു പ്ലാനിങ് കമ്മിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി. കാരണം പല പല ഡിസ്ട്രിക്ട് ലെവലിലും പലതും ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് DPC, അതിന് കളക്ടറാണ്. ടു കൺസോളിഡേറ്റ് ദ പ്ലാൻ പ്രിപ്പയർഡ് ബൈ ദ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്ത് പ്ലാനാണോ ഇത് ഉണ്ടാക്കിയത്. ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ അനവധി പഞ്ചായത്ത് ഉണ്ടാവല്ലോ, അനവധി ഇതുണ്ടാവല്ലോ, പഞ്ചായത്ത് സമിതി ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അവരുടെ പ്ലാൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട്, കാരണം ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ അല്ലേ, ഇത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യണ്ടേ, ഫോർവേഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിലെ പല കമ്മിറ്റിയിലും ഡിസ്ട്രിക്ട് കളക്ടറാണ് മെമ്പർ. അപ്പോൾ DPC ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റിയിലും കളക്ടർ ഉണ്ട്. ടു കൺസോളിഡേറ്റ് ദ ടോട്ടൽ റിക്വയർമെന്റ് ഓഫ് ദി പഞ്ചായത്ത് രാജ്, ഓരോരുത്തരുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും എല്ലാ കാശും എത്ര വേണം അതൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല. അടുത്ത് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ. പിന്നെ വേറൊരു കാര്യം എന്താ, ചില ഏരിയയിലെ പഞ്ചായത്തിന്റെ എക്സ്റ്റൻഷൻ ഇതുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇതൊക്കെ ഉണ്ട്, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സും മറ്റേതൊക്കെ ഉണ്ട്. ഷെഡ്യൂൾഡ് ഏരിയാസ് ചില ഏരിയയിൽ. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാമസഭ. എന്താ ഗ്രാമസഭ? ചെറിയ കുറച്ച് കൊച്ചു ഗ്രാമങ്ങൾ അല്ലേ. ആ ഗ്രാമസഭ 3, 4, 5 ഗ്രാമസഭ കൂടിയതാണ് ഗ്രാമപഞ്ചായത്ത്. അതായത് 4, 5, 6, 8 കൊച്ചു ഗ്രാമത്തിൽ ഒരു സഭ. ആ 5, 6 എന്താണെന്ന് വെച്ചാൽ 10 എന്താണെന്ന് വെച്ചാൽ അത് കൂടിയതാണ് ഒരു ഗ്രാമപഞ്ചായത്ത്. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഈ 4, 5 പഞ്ചായത്ത് കൂടിയതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. പഞ്ചായത്ത് സമിതി പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത്. 4, 5 ഉള്ളതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. അതേ പ്രകാരം 3, 4 ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയതുള്ളതാണ് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. മനസ്സിലായോ? ഇനി പവർ ആൻഡ് ഫങ്ഷൻ. ഗ്രാമപഞ്ചായത്തിന്റെ പവർ, പഞ്ചായത്തി സമിതിയുടെ പവർ, ജില്ലാ പരിഷത്ത്. ഗ്രാമപഞ്ചായത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഓരോരോ പെർമിഷൻ കൊടുക്കലും മറ്റേ ഇതിൻ്റെയും വീട്ടിൽ നികുതികളും മറ്റേ ഇതൊക്കെ അടയ്ക്കാത്തവർക്ക് നോട്ടീസ് കൊടുക്കലും മറ്റേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ചില കൊച്ചു പനിഷ്മെന്റ് കൊടുക്കുക. അതേമാതിരി ക്രിമേഷൻ ഗ്രൗണ്ട്, ഇലക്ട്രിഫിക്കേഷൻ, അതേമാതിരിയൊക്കെ പഞ്ചായത്തിന്റെ ഡ്യൂട്ടിയാണ്. പഞ്ചായത്ത് സമിതി പറഞ്ഞാൽ അതിൽ മീതെ ചില പ്ലാനിങ് ഉണ്ടെങ്കിൽ ജില്ലാ പരിഷത്ത് പറഞ്ഞാൽ പഞ്ചായത്ത് സമിതിയുടെ ഓരോ പ്രോഗ്രാമിൽ. കാരണം കുറച്ചും കൂടി ഫൈനാൻഷ്യൽ
പവർ ഇതുള്ളത് പഞ്ചായത്ത് സമിതിക്കാണ് അധികാരമുള്ളത്. പിന്നെ ജില്ലാ പരിഷത്ത് ആൾറെഡി ഞാൻ പറഞ്ഞ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പറഞ്ഞ അതിൽ ഓർക്കണം, ഈ ഈ പഞ്ചായത്ത് സമിതിയിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഓരോരുത്തരും ഈ പഞ്ചായത്ത് സമിതിയിലുണ്ടാവും, മെമ്പറായിരിക്കും. മാത്രമല്ല MLA MP-മാരും അതിലെ മെമ്പറായിരിക്കും പഞ്ചായത്ത് സമിതിയിൽ. കാരണം 3, 4, 5 പഞ്ചായത്ത് കൂടിയതാണ്. അപ്പൊ അതില് 2, 3 ചിലപ്പോ MLA ഉണ്ടാവും, 1, 2 MLA ഉണ്ടാവും. അപ്പൊ അവരിതില് മെമ്പറാണ്. ചിലപ്പോ ഒരു MP ഉണ്ടായിരിക്കും. കാരണം നോക്കൂ, 3, 4, 5 പഞ്ചായത്ത് ഉണ്ടാവും വിചാരിക്കുക. അപ്പൊ അതിലൊരു MP ഉണ്ടാവില്ലേ? അപ്പൊ അയാളുടെയും അഭിപ്രായം അറിയണല്ലോ. കാരണം അയാളും ടേക്കപ്പ് ചെയ്യണമല്ലോ. പൊളിറ്റിക്കലി ഇലക്ടഡ് മെമ്പർ അല്ലേ അയാള്. പിന്നെ ജില്ലാ പരിഷത്ത് അതേമാതിരി പഞ്ചായത്ത് സമിതിയുടെ ആരാണ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ പ്രസിഡന്റ്, അവര് ജില്ലാ പരിഷത്തിൽ മെമ്പറായിരിക്കും. മനസ്സിലായോ? അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, BDO ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, വില്ലേജ് ലെവൽ വർക്കർ ഉണ്ട് അല്ലേ, VLW. വില്ലേജ് ലെവലില് നമ്മുടെ ഓരോ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? അത് കാരണം ഗ്രാമസേവകന്മാര്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ് BDO. പിന്നെ ചീഫ്, അത് ഇത് ചിലയിടത്തേ ഉള്ളൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേട്ടോ. BDO ഉണ്ട്, അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയി ആണ്. പിന്നെ വില്ലേജ് ലെവൽ വർക്കേഴ്സ് ഉണ്ട് പറഞ്ഞു. സ്റ്റേറ്റ് കേഡറാണ് BDO. അതേ പ്രകാരം മറ്റുള്ള ടെക്നിക്കൽ കേട്ടോ. ഓരോ സ്റ്റേറ്റ് നമ്മുടെ പഞ്ചായത്തിൽ ടെക്നിക്കൽ ആളുകളുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിന് കാരണം അവര് ശമ്പളം കൊടുക്കണ്ടേ. ടെക്നിക്കൽ ഇറിഗേഷൻ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, അതൊക്കെ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ്. അത് ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്ന ഇവിടെ പഞ്ചായത്തിൽ പൈസ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്യൂട്ട് ചെയ്യും. മനസ്സിലായില്ലേ? കാരണം ഇലക്ട്രിസിറ്റിയിൽ കളിക്കാൻ പറ്റുമോ? ഹൈലി കോമ്പറ്റന്റ് പേഴ്സൺ വേണ്ടേ, സ്കിൽഡ് വേണ്ടേ? ഓക്കെ. നോ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ. പിന്നെ ക്ലർക്ക് ഉണ്ടാവില്ലേ, ഓരോന്ന് റെസീറ്റ് മറ്റേ കട്ട് ചെയ്യാനൊക്കെ, റിസീവ് ചെയ്യാൻ. പിന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് ടെക്നിക്കൽ ഓഫീസർ ഉണ്ട്. പറയണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ പൈസ എവിടെ നിങ്ങൾക്ക് ഇവർക്ക് പഞ്ചായത്തിന് നികുതി, നമ്മുടെ പ്രൊഡക്റ്റീവ് എന്റർപ്രൈസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ നികുതി. പിന്നെ കടങ്ങൾ എടുക്കുന്നു, ലോണ്. പക്ഷെ ഗവൺമെന്റ് അപ്രൂവൽ ആണത്. ഇതിനൊക്കെ അപ്രൂവൽ വേണം കേട്ടോ. ലോൺ എടുക്കണം വെച്ചാൽ, പഞ്ചായത്തിന് ലോൺ എടുക്കണം വെച്ചാൽ അപ്രൂവൽ ആണ്. പിന്നെ മോട്ടോർ വാഹന നികുതി, പ്രൊഫഷണൽ ടാക്സ്, ജോലി ഉണ്ടെങ്കിൽ അതിന് 20 രൂപ 40 രൂപ അങ്ങനെയൊക്കെ ഇതുണ്ട്, നികുതി ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ്. അത് അവിടേക്കാണ് പോകുന്നത്. എവിടേക്ക്? പഞ്ചായത്തിലേക്ക്. സിനിമ തിയേറ്ററിന്റെ എന്റർടൈൻമെന്റ് ടാക്സ്, ഫ്ലോർ മിൽസ്, സ്റ്റേറ്റ് ഗ്രാൻഡ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ ഗ്രാൻഡ് കൊടുക്കും, അതും അവിടേക്കാണ് പോകുന്നത്. അപ്പോ ബില്ലിന്റെ പൈസയാണെന്ന് പറയുന്നത്. അടുത്ത് അപ്രൈസൽ സഫിഷ്യന്റ് ട്രാൻസ്ഫർ ഓഫ് പവർ ടു ദ ലോക്കൽ ബോഡീസ്. അപ്പൊ വേണ്ടത് പവർ ഡെലിഗേറ്റ് ചെയ്യുന്ന ലോക്കൽ ബോഡീസിന്. 2 പൈസ ഉണ്ടാക്കാനുള്ള ഇത് കൊടുക്കണം. എവിടുന്നല്ല, നേരോ സോഷ്യൽ ബേസ്, റെഡ് ടേപ്പ്, അതായത് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് പാടില്ല. പിന്നെ വീക്കർ സെക്ഷന് ബെനിഫിറ്റ് പോരാ. അടുത്തത് they were expected to form a plan based on local. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യണം. ജനങ്ങളുടെ ആവശ്യത്തിന് പ്രകാരം പ്ലാന്. പിന്നെ ടു എൻഷുർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഡെലിവറി, അക്സസിബിലിറ്റി, ജനങ്ങളോടുള്ള അക്സസിബിലിറ്റി വേണം. അവരെ പ്രോംപ്റ്റ് റെസ്പോൺസ് കൊടുക്കണം. പിന്നെ ഓരോരോ പവർ ഡെലിഗേറ്റ് ചെയ്യണം. ഇൻഹൗസ് മെക്കാനിസം വേണം, ട്രാൻസ്പെറൻസി വേണം, സത്യസന്ധത വേണം, നല്ല അഡ്മിനിസ്ട്രേഷൻ വേണം, എൻ എഫക്റ്റീവ് സിസ്റ്റം. അതേമാതിരി നിങ്ങൾ എന്താ ചെയ്യണം, എത്ര പൈസ ചെലവഴിക്കണം, സോഷ്യൽ ഓഡിറ്റ് വേണം. അതായത് അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കേണ്ട ഇതൊക്കെ നമ്മളെ ചെലവഴിക്കണം. പിന്നെ എൻഷുർ അക്കൗണ്ടബിലിറ്റി, നിങ്ങൾ ഒരു പൈസ ചെലവഴിച്ചാലും അക്കൗണ്ടബിലിറ്റി വേണം. അടുത്ത കൺക്ലൂഷൻ, പഞ്ചായത്ത് രാജ് ഹാസ് ബീൻ റോൾഡ് ആസ് എ സോഷ്യൽ റവല്യൂഷൻ ഇൻ ദ കൺട്രി. പറയേണ്ട ആവശ്യമില്ലല്ലോ, റവല്യൂഷൻ ആണ് ഇന്ത്യയിലെ വികസനം. ബൽവന്ത് റായ് അദ്ദേഹമാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്ട് ഈസ് ഹാർട്ടൻ ടു നോട്ട് ദാറ്റ് the strength in the democracy governance, ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിയാണ്. ഇതിന്നാണ് വളർന്നു വരുന്ന വലുത്. അടുത്ത പ്രോപ്പർ ഡിവാലുവേഷൻ ഓഫ് ഫണ്ട്സ് വിൽ ബി എഫക്ട്. ഏറ്റവും കൂടുതൽ പൈസ സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റിന് പല ഫംഗ്ഷൻസും കൊടുക്കേണ്ടതായിട്ട് വരും, ഗ്രാൻഡ്.
ദ ട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമസഭ, ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ, അതുപോലെ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്, ഇതിൽ പഞ്ചായത്ത് മന്ത്രിയുണ്ട്, ഇതൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. ഗ്രാമസഭ അതിനൊക്കെ കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുത്തേ പറ്റൂ. അങ്ങനെയാണ് ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ നടക്കൂ. താങ്ക് യു വെരി മച്ച്.